നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈ അടുത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് നെയ്യാറ്റിൻകര ഗോപൻ്റെ മരണം, സമാധി, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ. പോസ്റ്റ്മോർട്ടം ചെയ്ത് വീണ്ടും മഹാസമാധിയായി അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കാലുകളിലെ മുറിവും ഹൃദയവാൽവിലുണ്ടായ ബ്ലോക്കുകളും ഒക്കെ തന്നെയാണ് സംശയാസ്പദമായി നിലനിൽക്കുന്നത്. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപന് പ്രമേഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാലിൽ ഉണങ്ങാത്ത മുറിവുമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ അസുഖങ്ങൾ മൂലം, ബ്ലോക്കും പ്രമേഹവും മൂലം മരണത്തിലേക്ക് എത്തിച്ചേർന്നോ എന്നുള്ള കാര്യം വിശദമായി ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിനുവേണ്ടി ആന്തരിക പരിശോധനാ ഫലം കൂടി വരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരണകാരണം അതായിരിക്കാം എന്നുള്ള സംശയത്തിലേക്ക് ഒരുപക്ഷെ വിരൽ ചൂണ്ടാവുന്നതാണ്. എന്നിരുന്നാലും നെയ്യാറ്റിൻകര ഗോപൻ്റെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതിനോട് അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം മൃതദേഹത്തിൽ ക്ഷതമൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഇനി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയോ എന്നുള്ള അനുമാന സംശയം ആദ്യമേ ഉണ്ടായിരുന്നു. അങ്ങനെ വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങളോ ആന്തരിക അവയവങ്ങൾക്ക് സാരമായ തകരാറോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ കൊലപാതകമെന്ന ആരോപണവും അവിടെ നിലനിൽക്കില്ല. ഇനി മറ്റൊരു സാധ്യത എന്നുള്ളത്, ഭസ്മത്തിൽ മൂടിയത് കൊണ്ട് തന്നെ വായ്ക്കുള്ളിലടക്കം ഭസ്മത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ശ്വാസകോശത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഇനി അങ്ങനെ ഇറങ്ങിയെങ്കിൽ അതുമൂലം മരണം സംഭവിച്ചോ എന്നുള്ളതും അറിയേണ്ടതാണ്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ നൽകണമെന്നുള്ള അഭ്യർത്ഥന ഇപ്പോൾ പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. കോടതി മുഖാന്തരം ഫോറൻസിക് ലബോറട്ടറി ഡയറക്ടർ, കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ചീഫ് കെമിക്കൽ എക്സാമിനർ, പത്തോളജി വിഭാഗം മേധാവി എന്നിവർക്ക് കോടതി മുഖാന്തരം തന്നെ നോട്ടീസും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇതിൻ്റെ ചുരുളഴിയിക്കണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത്. പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം സമാധി പൊളിക്കാനായി മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. വളരെ നാടകീയമായ സംഭവങ്ങൾ തന്നെയായിരുന്നു അതിന് തലേ ദിവസങ്ങളിലൊക്കെ തന്നെ അരങ്ങേറിയത്. പ്രദേശവാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം വരെ ഉണ്ടാകുന്ന, വാക്പോരും ഒടുവിൽ കയ്യേറ്റം വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പോലും അവിടെ സംഭവിച്ചിരുന്നു. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു കല്ലറ പൊളിച്ചെടുത്തപ്പോൾ മൃതദേഹത്തെ കണ്ടെത്തിയത്. ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഒക്കെ തന്നെ നിറച്ചു വെച്ചിരുന്നു. നെഞ്ചുഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ചിരുന്നുവെന്നും മകൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് കണ്ടെത്തിയത്. അസ്വാഭാവികത ഇല്ല എന്നുള്ളത് തുടക്കം മുതലേ പറഞ്ഞിരുന്നതാണ്. എന്നിരുന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കൂ. പിന്നാലെയാണ് മഹാസമാധിയാക്കി ഇതിൻ്റെ പ്രതിഷേധമെന്ന രീതിയിൽ ഋഷിപീഠമെന്ന നിർമ്മിച്ച് പുതിയ കല്ലറയിൽ സമാധിയിരുത്തിയത്. 41 ദിവസം സന്യാസിമാരുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്താനുള്ള തീരുമാനത്തിലാണ് കുടുംബാംഗങ്ങൾ. എന്തിനേറെ പറയുന്നു, കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ നിന്നടക്കം സ്വാമിമാരും സന്യാസി വര്യന്മാരും ഇവിടെ എത്തിയിരുന്നുവെന്നടക്കം വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിലെ നിഗൂഢത, ദുരൂഹത ഇതൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം തന്നെയാണ് പ്രദേശവാസികളും ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.